യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും പ്രാർത്ഥനയോടെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 15 ദിവസം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ 11ാമത്തെ ദിവസമാണിന്ന്. ഈ 10 ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരുപാട് കുഞ്ഞുങ്ങളുടെ പേരുകൾ, ഏകദേശം 15,000-ഓളം കുഞ്ഞുങ്ങളുടെ പേരുകളാണ് ഈ സമയം കൊണ്ട് ഇവിടെ ലഭിച്ചത്. എല്ലാം പ്രത്യേകമായ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നേ ദിവസം കേൾക്കുന്ന ആ വചനത്തിലേക്ക് ഇന്ന് പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരെയും ഓർക്കുവാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി സമർപ്പിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെയും ഇവിടെ പ്രാർത്ഥന തന്നവരെയും തിരുരക്തത്താൽ അങ്ങ് വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അങ്ങയുടെ വചനത്താൽ നയിക്കണമേ. ആമേൻ. ആ പ്രാർത്ഥന എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം നാം കേൾക്കുന്നത് പുറത്തുനിന്ന് വരുന്ന ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി നേടിയെടുക്കുന്നതാണ് ഓരോ ദിവസത്തെയും പ്രാർത്ഥനയും വചനവും. പുറത്തുനിന്ന് വരുന്ന ഏത് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, അതിനൊക്കെ നേരിടാൻ, അഭിമുഖീകരിക്കാനുള്ള ഒരു ശക്തി നമുക്കാവശ്യമാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുന്ന ദൈവവചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 30 മുതലുള്ള വാക്യത്തിലെ ചില പ്രസക്ത വചനഭാഗമാണ്. ഏലിയായുടെ ഒരു അനുഭവം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തു വരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിൻ്റെ തകർന്നു കിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന് കർത്താവ് ആരോട് അരുളി ചെയ്തുവോ ആ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്ത് ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. ഒരു ബലിപീഠം. ഞാനും ഇപ്പോൾ നിൽക്കുന്നത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിലാണ്. ഏലിയ ഒരു ബലിപീഠം നിർമ്മിച്ച് ഇനി അടുത്തത് ബലിയർപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ചെയ്തത്, അതിനു ചുറ്റും 2 അളവ് വിത്ത് കൊള്ളുന്നൊരു ചാലുണ്ടാക്കി അവൻ വിറകടുക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, 4 കുടം വെള്ളം ദഹനവസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ പറഞ്ഞു, വീണ്ടും ചെയ്യുക. 3-ാം പ്രാവശ്യവും അങ്ങനെ ചെയ്തു. അങ്ങനെ ബലിപീഠത്തിന് ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ബലിപീഠം, അതിൽ 2 അളവ് വിത്ത് കൊള്ളുന്ന ഭാഗം വിറകടുക്കി ബലിവസ്തു ബലിപീഠത്തിന്മേൽ വച്ചു. എന്നിട്ട് വെള്ളമൊഴിച്ചു. 4 കുടം വെള്ളം, അങ്ങനെ 3 പ്രാവശ്യം. അപ്പോൾ ഏകദേശം 12 കുടം വെള്ളം ഒഴിച്ചു. വിറകിലും ബലിവസ്തുവിലും വെള്ളം നിറഞ്ഞു. ഇനി എങ്ങനെ തീ പിടിക്കും? അത് തീ പിടിക്കുക ഒരു അസാധ്യമായ കാര്യമല്ലേ? നനഞ്ഞത് തീ പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വെള്ളം നിറഞ്ഞു. ചാലിലും വിറകിലും എല്ലാം വെള്ളം നിറഞ്ഞിരിക്കുകയാണ്.
നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിയിൽ നോക്കുമ്പം ഇതിന് നടക്കാൻ പോകുന്നില്ല. നനഞ്ഞ വിറക് പോലെയാണ്, അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് തീ പിടിക്കാൻ സാധ്യതയില്ല. നമ്മുടെ ചിന്തയിൽ പറഞ്ഞാൽ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിൽ വെച്ച ഓരോ വിഷയത്തെ ഓർത്ത് നമുക്കിങ്ങനെ തോന്നും, ഇത് നടക്കാൻ സാധ്യതയില്ല, ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചുമ്മാ പ്രാർത്ഥിച്ചു നോക്കാം, പരിശ്രമിച്ചു നോക്കാം, ഒക്കുവാണേ ഒക്കട്ടെ, നടക്കുവാണേൽ നടക്കട്ടെ, ശരിയാവുവാണേ ശരിയാകട്ടെ, തീ പിടിക്കുവാണേ പിടിക്കട്ടെ. പക്ഷേ ഏലിയായ്ക്ക് നല്ല ഉറപ്പുണ്ട്, എത്ര നനഞ്ഞാലും ഇവിടെ എന്തേരം വെള്ളം നിറഞ്ഞാലും ഇതിൽ തീ പിടിക്കും. അതുകൊണ്ടാണ് ഏലിയ വീണ്ടും വീണ്ടും പറഞ്ഞത്. വീണ്ടും വെള്ളം ഒഴിച്ചോ, വീണ്ടും 4 കുടം വെള്ളം ഒഴിച്ചോ. ഒഴിച്ചവർ ചിലപ്പോൾ ചിന്തിച്ച് കാണും, എന്ത് മണ്ടത്തരവാ ചെയ്യുന്നത്. ചുറ്റും നിന്ന പലരും ചിന്തിച്ച് കാണും, ഇതൊരു ആന മണ്ടത്തരമാണല്ലോ ഏലിയ ആവേശത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഏലിയായ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഉറപ്പുണ്ട്, ഈ ബലി ഇവിടെ തീ പിടിക്കും, ഇവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ഇതുപോലെ പറഞ്ഞു തീർന്നില്ല. പക്ഷേ നമ്മൾ ഓരോ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ. വിവിധ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവരിലൊക്കെ നമ്മുടെ പ്രാർത്ഥന ഉയരുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് ചില നല്ല തുടക്കങ്ങളിടും. ദൈവം നേരിട്ട് വരും ചില നല്ല തുടക്കങ്ങൾ തുടങ്ങാൻ. ദൈവത്തിൻ്റെ പ്രതീക്ഷിക്കാത്ത വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത, എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങളും ഏതെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ മനസ്സിലുള്ളവരാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇതൊക്കെ ഇനി എങ്ങനെ നടക്കാനാ, ഇതെങ്ങനെ ശരിയാകാനാ, ഈ വെള്ളം മുഴുവൻ കൊണ്ടുപോയി ഒഴിച്ച വിറകും ബലിവസ്തു ഇനി എങ്ങനെ തീ പിടിക്കാനാ, എങ്ങനെ നടക്കാനാ. ഇനി അടുത്ത ഭാഗമുണ്ട്, 36-ാമത്തെ വാക്യം. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അടുത്തു വന്ന് പ്രാർത്ഥിച്ചു. അവരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരോട്, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ദൂരെയാണെങ്കിലും പ്രാർത്ഥന കൊണ്ട് അടുത്തേക്ക് വരിക, വിശ്വാസത്തിൽ ഒരുമിച്ച് നിൽക്കുക, എന്നിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ചില അത്ഭുതങ്ങൾ, ചില വലിയ മാറ്റങ്ങൾ, ചില ദൈവം ഇടുന്ന ചില തുടക്കങ്ങളെ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തരും. എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനി 38-ാമത്തെ വാക്യം. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഈ തുടക്കം ആരാ ഇട്ടത്? ഇത് ദൈവം ഇട്ട തുടക്കമാണ്. മനുഷ്യരാരെങ്കിലും തീ കൊളുത്തിയതാണോ? മനുഷ്യനാരെങ്കിലും എണ്ണയോ പെട്രോളോ ഡീസലോ വല്ലതും ഒഴിച്ച് തീ പിടിപ്പിച്ചതാണോ? ആരെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പരിശ്രമിച്ചത് കൊണ്ടുണ്ടായതാണോ? അല്ല, ഇത് പ്രാർത്ഥനയ്ക്കുത്തരമായി ദൈവം ഇട്ട തുടക്കമാണ്. നമ്മളും ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും, ഏലിയ ബലിവസ്തുവിൻ്റെ മേലും വിറകിൻ്റെ മേലും വെള്ളം ഒഴിച്ചപ്പോൾ ഇനി അത് തീ പിടിക്കില്ല, നനഞ്ഞു പോയില്ലേ, അത് നന്നായി വെള്ളത്തിൽ കുതിർന്നാ കിടക്കുന്നത്, എങ്ങനെ ശരിയാകും, ഇതെങ്ങനെ തീ പിടിപ്പിക്കും, ഇത് അസാധ്യമാണ്. വെള്ളം തീ പിടിക്കുമോ? നനഞ്ഞ വിറക് തീ പിടിക്കുമോ? പക്ഷെ എഴുതിയിട്ടുണ്ട്, ഏലിയ അടുത്തു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചില തുടക്കങ്ങളെ അവിടെ ഇട്ടു. അവിടെ ഒരിക്കലും നടക്കുകയില്ലെന്ന് ചിന്തിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടന്നു. അസാധ്യമെന്ന് ബുദ്ധി പറയുന്നൊരു കാര്യം വളരെ വേഗത്തിൽ സാധ്യമായി. ഇത് ദൈവപ്രവൃത്തിയാണ്. ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി, വെല്ലുവിളികൾ, ഇപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ അനുഭവിക്കുന്ന പ്രഷർ, ആ വ്യക്തി എന്നെ പുറകെ നടന്ന് ബുദ്ധിമുട്ടിക്കുന്നത്, പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അടുത്തു വന്ന് പ്രാർത്ഥിക്കുക. വളരെ ശ്രദ്ധയോടെ ഈ 10-ാമത്തെ ദിവസം അല്ലെങ്കിൽ ഈ ദിവസം നിങ്ങളോട് പറയുകയാണ്, പ്രത്യേകം സ്നേഹത്തോടെ പറയുകയാണ്. 15 ദിവസത്തെ പ്രാർത്ഥനയാണ്. ഇനിയുള്ള നാളെ മുതലുള്ള
ബാക്കി ദിവസങ്ങൾ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങൾ സാധ്യമെങ്കിൽ ഒരു നേരത്തെ, ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഒരു ചെറിയ ത്യാഗത്തോടെ നമുക്ക് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, മക്കൾ, കൊച്ചുമക്കൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ ശുശ്രൂഷകരോടും പ്രാർത്ഥനയിൽ ഇവിടെ ചേർന്ന് നിൽക്കുന്നവരോട് ഞങ്ങൾ പറയും, 15-ാം തീയതി ഏറ്റവും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാക്കി മാറ്റണം. പ്രാർത്ഥനയിൽ നമുക്ക് ഈശോയുടെ നല്ല ആശീർവാദത്തെ സ്വീകരിക്കാൻ ഒരുങ്ങാം. അതിനു മുമ്പ് പ്രാർത്ഥിക്കുവാണ്. കർത്താവായ യേശുവേ, നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ പേരും ഫോട്ടോയും ഒക്കെ വച്ച് വിശ്വാസത്തോടെ ഇതൊക്കെ വായിച്ചപ്പോൾ ഞങ്ങൾ ഓർത്തു, പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഓർത്ത് എത്ര പ്രതീക്ഷയോടെയാണ് ഓരോ മാതാപിതാക്കളും ഇത് ചെയ്തത്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരാണ് അവരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നത്. എത്രയോ കുടുംബങ്ങളിലാണ് എൻ്റെ ഒരു ചെറിയ വാക്ക് കേട്ട് വിശ്വാസത്തോടെ ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് മാറും. ഇതെല്ലാം ദൈവം ഇടുന്ന ചില തുടക്കങ്ങൾക്ക് കാരണമാവും. ഏലിയ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടായത്. നമ്മളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യരുടെ ഇടപെടലുകളല്ല, ദൈവത്തിൻ്റെ ഇടപെടലുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ഉണ്ടാകും. യേശുവേ, പ്രാർത്ഥനയ്ക്കും അനുഗ്രഹത്തിനുമായി ലഭിച്ചിട്ടുള്ള ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, തിരുരക്തത്താൽ അവരെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ. പഠിക്കാനുള്ള കഴിവും ബുദ്ധിയും ശക്തിയും പെരുമാറ്റവും നല്ല സ്വഭാവവും എല്ലാം കൊടുത്ത് ദൈവാനുഗ്രഹത്തിൽ അവർ വളരാൻ ഇടയാകട്ടെ, ലക്ഷ്യത്തിലെത്താൻ ഇടയാകട്ടെ. ആരും നഷ്ടപ്പെട്ടു പോകരുത്, നശിച്ചു പോകരുത്, വഴിതെറ്റിപ്പോകരുത്, തകർന്നു പോകരുത്. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഒരു നല്ല നാളേക്കായി, ഒരു നല്ല കുടുംബത്തിനായി ഒക്കെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളും മണിക്കൂറുമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തുണ്ടായിരിക്കട്ടെ. അസാധ്യമെന്ന് തോന്നുന്ന, ഇനി നടക്കില്ല, ശരിയാകില്ല, എങ്ങനെ നടക്കാനാ എന്ന് ചിന്തിക്കുന്ന കാര്യമാകാം, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടവരട്ടെ. ദൈവം ഇടുന്ന ചില തുടക്കങ്ങളുണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇറങ്ങണമേ, ദൈവത്തിൻ്റെ അടയാളങ്ങൾ ഇറങ്ങണമേ, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണമേ, ദൈവത്തിൻ്റെ സ്നേഹം ഇറങ്ങണമേ. ഞങ്ങളതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, എല്ലാത്തരം ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഒരു ദോഷവും വരാതെ, ഒരു തിന്മയും വരാതെ, ഒരനർത്ഥവും വരാതെ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ഈ ദിവസത്തെ പരിപാലിക്കണമേ. വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും അവരുടെ കുടുംബത്തെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സും ആരോഗ്യവും സമാധാനവും സ്വസ്ഥതയും ദൈവം നൽകുന്ന ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നാളെയും 5:30 തന്നെ ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.